ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഫണ്ടിങ് ഫേമുകളെ കുറിച്ച്. ഫോറക്സ് ട്രേഡിങ്ങിൽ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് പറയുന്നത് ഈ ഫണ്ടിങ് ഫേമുകളാണ്. നമുക്ക് അവരുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫണ്ടിങ് ഫേമുകൾ. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഫണ്ടിങ് ഫേമുകളിൽ ഒരു ഫേമാണ് ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഫണ്ടഡ് നെക്സ്റ്റ്. ഫണ്ടഡ് നെക്സ്റ്റിൽ ഇപ്പോൾ പുതിയൊരു ഓഫറും വന്നിട്ടുണ്ട്. ഓഫർ എന്ന് പറഞ്ഞാൽ ബോഗോ ഓഫർ എന്ന് പറഞ്ഞിട്ട്, അത് പറഞ്ഞാൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ രണ്ട് ഫണ്ടഡ് അക്കൗണ്ട് സ്വന്തമാക്കാൻ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ പുതിയ റൂൾസ് അവർ ഇപ്പോൾ നമുക്ക് പുതിയ റൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ റൂൾസും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ്. 29,215 റിവ്യൂസിൽ 4.6 സ്റ്റാർ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. നമുക്ക് അതിൽ മെയിനായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഗ്യാരണ്ടീഡ് പേ ഔട്ടാണ്. അപ്പോൾ നമുക്ക് 24 hours ഉള്ളിൽ നമ്മൾ പേ ഔട്ടിന് റിക്വസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ $1,000 ആയിരിക്കും അവർ തരുന്നത്. ആ എക്സ്ട്രാ $1,000 അവർ തരും എന്നാണ് അവരുടെ വാഗ്ദാനം. അപ്പോൾ 24 hours ഗ്യാരണ്ടീഡ് പേ ഔട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കാൻ ട്രസ്റ്റ് പൈലറ്റിൽ ഏകദേശം 4.6 ഉണ്ട്. അപ്പോൾ fundednest.com എന്ന് പറയുന്നതാണ് അവരുടെ വെബ്സൈറ്റ്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം അവർ ചാലഞ്ച് അക്കൗണ്ടൊക്കെ ഫ്രീ ആയിട്ടുള്ള ചാലഞ്ച് അക്കൗണ്ടൊക്കെ അതിൽ വരാറുണ്ട്. ഓരോ മാസത്തിലും ചാലഞ്ച് അക്കൗണ്ടുകളുണ്ട്. അത് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്ത് ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുന്നതാണ്. അവരുടെ പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെല്ലർ 1 സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെല്ലർ ലൈറ്റ് ഉണ്ട്. അങ്ങനെ 3 ചലഞ്ചുകളാണ് അവർക്കുള്ളത്. അതിൽ സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് ആണെങ്കിൽ 2 ചലഞ്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ചലഞ്ചിൽ നമ്മൾ 8% പ്രോഫിറ്റ്. ഇത് അക്കൗണ്ട് സൈസ് 6,000. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫേമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്കുള്ളത്, നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ ടൈം ഉണ്ടല്ലോ, ചലഞ്ച് ടൈം ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു 2 ഫേസ് ഉണ്ട്. ആ ഫേസിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ 15% പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് അവർ ഈ ഒരു ചലഞ്ച് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫേസ് 1 പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ്. ഫേസ് 2 പ്രോഫിറ്റ് ടാർഗറ്റ് 5% ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ $117 നമുക്ക് ഈ 8%, 5%, 15%, $117 പ്ലസ് നമ്മൾ ഈ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച $59. ഈ ഒരു $6,000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നമുക്ക് $59 വേണ്ടത്. ആ $59 നമുക്ക് ഈ ചലഞ്ച് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ റീഫണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേമാണ് ഫണ്ടഡ് നെക്സ്റ്റ്. അതുപോലെ ഇതിലേക്ക് നമുക്ക് $6,000 ഈ ഒരു അക്കൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ലോസ് വരുത്താൻ പറ്റുന്നത്, മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ $600 ആയിരിക്കും. അതിൽ മാക്സിമം ലോസ് വരുത്താൻ പറ്റുന്നത്. അപ്പോൾ $600 കൂടുതൽ നമുക്ക് ലോസ് അതിൽ വരുത്താൻ പാടില്ല. അതുപോലെ മാക്സിമം ഡെയിലി ലോസ് $300 കൂടുതൽ നമുക്ക് ഡെയിലി ലോസും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഡെയിലി ലോസ് 5% കൂടുതലായി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. അതുപോലെ ഓവറോൾ ലോസ് 10% കൂടുതലായി കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ആവും. പിന്നെ ന്യൂസ് ട്രേഡിംഗ് അവൈലബിൾ ആണ്. ന്യൂസ് ട്രേഡിങ്ങിൽ അവർ പുതിയൊരു ചേഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ന്യൂസ് ട്രേഡിങ്ങിൽ. നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 40% പ്രോഫിറ്റ് കൗണ്ട് ചെയ്യുള്ളൂ. ആ ന്യൂസ് ടൈമിന്റെ 5 മിനിറ്റിന്റെ മുമ്പും ശേഷവും. ഇപ്പോൾ 6 മണിക്ക് ന്യൂസ് ആണെങ്കിൽ 5:55 അതുപോലെ 6:05 ഇടയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ അതിന് 40% സ്പ്ലിറ്റ് കണക്കാക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ 95% വരെ നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. ഇപ്പോൾ 6,000 നമ്മളിപ്പോൾ $100 പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് $95 നമുക്കും $5 അവർക്ക്. ആ രീതിയിലായിരിക്കും പ്രോഫിറ്റ് സ്പ്ലിറ്റ്. പിന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് നിങ്ങൾ 5 ദിവസമെങ്കിലും ട്രേഡ് ചെയ്ത് ഇരിക്കണം. ഈ 5 ദിവസം കൊണ്ട് പാസ്സാകുക എന്നല്ല, 5 ദിവസം മിനിമം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് വേണം ഈ അക്കൗണ്ട് പാസ്സാക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഇന്ന് ട്രേഡ് എടുത്തു, $6,000 അക്കൗണ്ട് എടുത്തു, ഇന്ന് തന്നെ നിങ്ങൾക്ക് $600 ഇതിന് 8% കിട്ടിയെന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അക്കൗണ്ട് പാസ്സാവില്ല. അതുപോലെ തുടർച്ചയായിട്ട് നിങ്ങൾ
തുടർച്ചയല്ല 5 ദിവസമെങ്കിലും അതിൽ 5 ട്രേഡിംഗ് ഡേയ്സ് ഈ ഒരു അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിരിക്കണം. പിന്നെ ഫസ്റ്റ് റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന 21 ദിവസത്തിന് ശേഷമായിരിക്കും ഫസ്റ്റ് റിവാർഡ് ലഭിക്കുക. ഇനി സ്റ്റെല്ലർ 1ലേക്കാണെങ്കിൽ 1 സ്റ്റെപ്പ് ചലഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 10% പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചലഞ്ച് ഫേസിലുള്ള 15% $90 അതുപോലെ നമ്മളെ ഫീ ആയിട്ടുള്ള $65 നമുക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിലേക്ക് ഓവറോൾ ലോസ് നോക്കുകയാണെങ്കിൽ 6% $360 അതുപോലെ മാക്സിമം ഡയറി ലോസ് $150 ന്യൂസ് ട്രേഡിംഗ് അലവാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് 95. ഇതിൽ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 2 days ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 5 days ആണ് മിനിമം ട്രേഡിംഗ് ഡേയ്സ്, ഇതിൽ 2 days മാത്രം മതി. പിന്നെ ഫസ്റ്റ് റിവാർഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റിവാർഡ് 5 days ആണ് ഇതിൻ്റെ ഫസ്റ്റ് റിവാർഡ്. അപ്പോൾ മറ്റേത് 21 ദിവസമായിരുന്നു, ഇത് 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പേ ഔട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് പേ ഔട്ട് കിട്ടും ഈ ഒരു സ്റ്റെല്ലർ 1ൽ. ഇനി ഏറ്റവും നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഈ ഒരു $32 അക്കൗണ്ട് സൈസ് $5000 സ്റ്റെല്ലർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ടാർഗറ്റ് 8%, സെക്കൻഡ് 2 സ്റ്റേജ് ആയിട്ടുണ്ടായിരിക്കുക. അതിൽ 8% ആണ്. നമ്മൾ ഫസ്റ്റ് ഓവറോൾ ലോസ് $400, പിന്നെ ഡെയിലി ലോസ് $200, ന്യൂസ് ട്രേഡിംഗ് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഒക്കെ ലഭിക്കും. ഇതിൽ ചലഞ്ചിൽ ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് കിട്ടുന്നതല്ല. മറ്റേതൊക്കെ നമ്മൾ ചലഞ്ച് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 15% നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ സ്റ്റെല്ലർ ലൈറ്റിൽ നമുക്ക് അത് അവൈലബിൾ അല്ല. ഇപ്പോൾ അവരുടെ ഈ ഒരു ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട്. ആ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബോഗോ ഓഫർ എന്നാണ്. ബൈ 1 ചലഞ്ച് അക്കൗണ്ട് ഗെറ്റ് അനദർ ഫ്രീ. അപ്പോൾ നിങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, 2 ദിവസത്തിൻ്റെ ഇതാണ്, ഈ 31 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇനി ഓഫർ എൻഡ് ചെയ്യാൻ. അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡ് നിർബന്ധമായിട്ടും FN എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. ബോഗോ ഓഫറാണ്. ബോഗോ ഓഫർ എന്ന് പറഞ്ഞാൽ ബൈ 1 ഒരു അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരെണ്ണം നമുക്ക് ഫ്രീ ആയി കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും മറ്റേത് ലഭിക്കുക എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. ഒരു ദിവസം മുമ്പ് മാർച്ച് 18 വന്ന കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് 2-3 വേറെ എക്സ്പ്രസ് അക്കൗണ്ടും അതുപോലെ ഇവാലുവേഷൻ മോഡൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ 2 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അത് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫാസ്റ്റസ്റ്റ് പേ ഔട്ടാണ്. പേ ഔട്ട് ഇത് പറഞ്ഞിട്ട് 28 days ആയിരുന്നു ആദ്യം ഈ ഒരു സ്റ്റെല്ലർ 2 സ്റ്റെപ്പ്, അത് 21 daysലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ 24 മണിക്കൂറിനുള്ളിൽ ഗ്യാരണ്ടീഡ് പേ ഔട്ടാണ്, ഇല്ലെങ്കിൽ $1000 നിങ്ങൾക്ക് എക്സ്ട്രാ അവർ തരുന്നതാണ്. അതുപോലെ ഇവിടെ സ്റ്റെല്ലർ 1 സ്റ്റെപ്പ് ചലഞ്ച് റിസീവ് പേ ഔട്ട് 5 daysൻ്റെ ഉള്ളിൽ. സ്റ്റെല്ലർ 1 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ് ആണെങ്കിൽ 21 ദിവസം. സ്റ്റെല്ലർ ലൈറ്റും 21 ദിവസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പേ ഔട്ടിൻ്റെ ഡേയ്സ് നോക്കുകയാണെങ്കിൽ. ഏറ്റവും ബെറ്റർ സ്റ്റെപ്പ് 1 സ്റ്റെല്ലർ 1 എടുക്കുകയാണെങ്കിൽ 5 daysൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ട്രേഡിങ്ങിനെ കുറിച്ച് 5 minutes ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ്. അപ്പോൾ ഹൈ ഇമ്പാക്റ്റ് ന്യൂസിൻ്റെ 5 minutes ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മണിക്ക് ഉള്ള ന്യൂസ് ആണെങ്കിൽ 5:55-നും 6:05-നും ഇടയിൽ എടുക്കാൻ പാടില്ല. അതാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂസ് ട്രേഡിങ്ങിൽ ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ 40% ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ബാക്കിയുള്ളത് കട്ട് ചെയ്യും. പിന്നെ പറഞ്ഞുള്ളത് കമ്മീഷനാണ്. കമ്മീഷൻ $5 ആയിരിക്കും പെർ ലോട്ട്. ഫോറക്സും അതുപോലെ കമ്മ്യൂണിറ്റീസിനും സ്റ്റെല്ലർ 2 സ്റ്റെപ്പിൽ ചലഞ്ചിൽ 5 per ലോട്ട് ആയിരിക്കും കമ്മീഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇത്രയും അപ്ഡേറ്റ്സ് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ട്രൈ ചെയ്യണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റെല്ലർ ലൈറ്റ്, ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലർ ലൈറ്റാണ്. അത് $32 ഉള്ള $5000 അക്കൗണ്ടിന്. പിന്നെ സ്റ്റെല്ലർ 1 സ്റ്റെപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒറ്റ സ്റ്റെപ്പ് മാത്രം കവർ ചെയ്താൽ മതി. അതിന് $65. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, FN എന്നുള്ള കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബോഗോ ഓഫറിൽ ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പർച്ചേസ് ചെയ്യാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.